എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കത്തിൽ സിനഡിൽ പരിഹാരമായില്ല. കുർബാന തർക്കം പരിഹരിക്കാനായി പ്രത്യേക പ്രതിനിധിയെ മാർപ്പാപ്പ നിയമിക്കുമെന്ന് സിനഡാനന്തര സർക്കുലറിൽ അറിയിച്ചു. ഏകീകൃത കുർബാനയർപ്പണ രീതി യാതൊരു മാറ്റവുമില്ലാതെ തുടരുമെന്നും സിനഡിൽ തീരുമാനമായി. എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിക്കുമെന്ന അഭ്യൂഹം സിനഡ് പൂർണ്ണമായി തള്ളി. സിനഡ് പത്രക്കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുമായ ഏകീകൃത കുർബാനയർപ്പണ രീതി യാതൊരു മാറ്റവുമില്ലാതെ തുടരുമെന്ന് സിനഡ് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും ഒരു രൂപതയിൽ ഇത് നടപ്പിലാക്കാൻ പ്രതിസന്ധി നേരിടുന്നു എന്നത് മേൽപ്പറഞ്ഞ തീരുമാനത്തെ യാതൊരു വിധത്തിലും അസ്ഥിരപ്പെടുത്തുകയോ അസാധുവാക്കുകയോ ചെയ്യുന്നില്ല. സഭയിലെ മറ്റെല്ലാ രൂപതകളെയും കൂട്ടായ്മയിലേക്ക് നയിച്ച തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നത് സഭയിൽ അരാജകത്വം സൃഷ്ടിക്കും. ഈ സത്യം മനസ്സിലാക്കി വിയോജിപ്പുള്ളവരും കൂട്ടായ്മയിലേക്ക് കടന്നു വരണമെന്ന് സിനഡ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. എല്ലാ പ്രതിസന്ധികളിലും കത്തോലിക്ക കൂട്ടായ്മയിൽ ഉറച്ചുനിന്ന നമ്മുടെ പൈതൃകം ചില നിക്ഷിപ്ത താൽപര്യങ്ങളുടെ പേരിൽ ബലി കൊടുക്കാൻ ഇടവരരുത്. അഭിപ്രായാന്തരങ്ങൾ ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി വിവിധ തലങ്ങളിൽ സിനഡിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകൾ കൂടുതൽ ഫലപ്രദമായി നടത്തുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധ പിതാവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കൊപ്പം സഭാവിരുദ്ധ നിലപാടുകളെ തിരുത്തുന്നതിനും സഭാത്മകമായ ഒരുമിച്ച് നടക്കലിന്റെ ആവശ്യകത വിശദമാക്കുന്നതിനും സഹായകമായ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള ഒരു പേപ്പൽ ഡെലിഗേറ്റിനെയാണ് സിനഡ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. സിനഡിന്റെ ഈ അഭ്യർത്ഥനയെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ഉറപ്പു നൽകിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും പുതിയ സംവിധാനത്തിലൂടെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പരിഹരിക്കാനാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എറണാകുളം അങ്കമാലി പോലെ അതിവിസ്തൃതമായ ഒരു അതിരൂപതയുടെ ഭരണ ചുമതല കൂടി മേജർ ആർച്ച് ബിഷപ്പ് നിർവഹിക്കുന്ന പതിവ് തുടർന്നു പോകുന്നത് ശ്രമകരമായിരിക്കുമെന്ന് സിനഡ് വിലയിരുത്തുന്നു. എന്നാൽ നിലവിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയെ വിഭജിക്കാനോ അതിരൂപതയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ പുനഃക്രമീകരിക്കാനോ സിനഡ് ഉദ്ദേശിക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ ആരെയും വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നിലവിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര ഭരണ ചുമതലയുള്ള അതിരൂപതാധ്യക്ഷനെ നിയോഗിക്കണമെന്നാണ് സിനഡ് പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. ഇതിന് സഹായകമായ ക്രമീകരണങ്ങൾക്കായി ശ്ലൈഹിക സിംഹാസനത്തോട് സിനഡ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. താൽക്കാലികമായ പ്രശ്നപരിഹാരം എന്നതിലുപരി എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ വിഷയങ്ങൾ അതിരൂപതയുടെ കൂടി നന്മയെ ലക്ഷ്യമാക്കി ശാശ്വതമായി പരിഹരിക്കുന്നതിന് ആവശ്യകമായ ഒരു കർമ്മ പദ്ധതിയാണ് ശ്ലൈഹിക സിംഹാസനത്തിന്റെ അനുമതിയോടെ നടപ്പിലാക്കാൻ സിനഡ് പരിശ്രമിക്കുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളിൽ മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ വരുത്തുന്നതിന് ശ്ലൈഹിക സിംഹാസനത്തിന്റെ അനുമതി ആവശ്യമാണ്. അതിനാലാണ് കൃത്യമായ തീരുമാനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്. ഏറെ വൈകാതെ നിലവിലുള്ള പ്രതിസന്ധികളെല്ലാം ശാശ്വതമായി പരിഹരിക്കാനാകും എന്ന ഉറച്ച പ്രത്യാശയാണ് സിനഡിന് ഉള്ളത്. ഇതിനായി സഭയൊന്നാകെ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു.